ദന്തപ്പാല. അത് കാട്ടിൽ കാണുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഇല ഒറ്റ യൂസിൽ തന്നെ ഡാൻഡ്രഫ് മാറും, സോറിയാസിസ് മാറും, സ്കിൻ ഡിസീസസ് എല്ലാം മാറും. നമുക്കൊരു സർപ്പ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഈ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക പോലും വേണ്ട. ഇത്തിരി ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് ആരോഗ്യപ്പച്ച. വിശപ്പില്ലാതാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ബോഡിക്ക് ഒരു എനർജി കിട്ടും. മൊത്തത്തിലൊരു സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണുള്ളത്. നമുക്കൊരു എനർജി. അത് കാട്ടിലല്ലാണ്ട് നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടോ? വൈൽഡ് ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്. അവരുടെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മറ്റ് ജീവികളെ പോലെ കൊന്നിട്ട് ഭക്ഷിക്കണം എന്നൊന്നും ഇല്ല. അവർക്കൊരു ശരീരത്തിന്റെ ഒരു ഭാഗം വേണം നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ കടിച്ച്. പമ്പയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വസ്ത്രങ്ങളെ പറ്റി കെട്ടുകണക്കിനുള്ള പാപങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് കൺസെപ്റ്റ്. പക്ഷെ അത് ആ ചെയ്യുന്നതാണ് വലിയ പാപം. ഈ ശബരിമല സീസണിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇന്നത്തെ അബദ്ധം നാളത്തെ ആചാരം എന്നതുപോലെ ഈ പ്രവൃത്തി ഇന്നും തുടർന്നു വരുന്നു. എത്ര വർഷം സർവീസായി ഫോറസ്റ്റിൽ? ഞാൻ 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷത്തിനിടയിൽ ഏറ്റവും അപകടകാരിയായ അനിമൽ ഏതാണ്? നേരിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യൻ എന്ന് പറയരുത്, ആനിമൽ. എല്ലാരും പറയാറുണ്ട് കരടിയാണെന്ന് പറയാറുണ്ട്. കരടി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. ഒരു കാര്യമില്ലാതെ അറ്റാക്ക് ചെയ്യും. അത് അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവര് ഡിഫെൻഡ് ചെയ്യുന്നതാണ് ആദ്യമേ തന്നെ. അവരുടെ ശത്രു ആണെന്നൊരു ബോധ്യം വന്നിട്ട് നമ്മളെ ആദ്യമേ അവരെ ആക്രമിക്കുന്നത്. അതെ. അല്ലല്ലേ, ഒരു ഫോറസ്റ്റ് ഓഫീസറെ കാണുമ്പോൾ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ചവം പോലെ കിടന്ന കരടിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പഴയ മല്ലന്റെ മാധവന്റെ കഥ വെച്ച് പറയുന്നത് അത് അങ്ങനെ ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിക്കപ്പെട്ടിട്ടൊന്നും ഇല്ല. പിന്നെ കൂടുതലും നമ്മൾ അനങ്ങാതെ നിൽക്കുക എന്നുള്ളത് ഒരു ഇത് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് മൂവ്മെന്റ് ഇല്ലാതെ ഐ കോണ്ടാക്ട് ഉണ്ടാക്കാതെയൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കരടി വരുമ്പോഴത്തേക്കും നമ്മൾ ഓടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പീഡായിട്ട് നമ്മുടെ പുറകെ വരാൻ പറ്റും. ഈ കരടി 4 കാലിൽ പോവോ, എണീറ്റ് നിൽക്കുമോ? 4 കാലിലാണ് അവർ നോർമലി നടക്കുന്നത്. പക്ഷെ അവരിങ്ങനെ ഒരു അറ്റാക്ക് മോഡിലാകുമ്പോൾ 2 കാലിൽ നിൽക്കും. 2 കാലിൽ നിൽക്കുന്ന അവർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മോഡ് ആക്റ്റീവാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അപ്പൊ ഈ കരടി വന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഒന്ന് വ്യക്തമായിട്ട് പറയും. അത് ഈ പറഞ്ഞ പോലെ ഓടല് അത്ര വലിയ എഫക്റ്റീവ് ആണോന്ന് എനിക്കറിയില്ല. മരത്തിൽ വണ്ണം കുറഞ്ഞ മരമില്ലേ, തീരെ വണ്ണം കുറഞ്ഞ. ഇപ്പൊ ഈ കരടി മരത്തിൽ കയറുന്ന ഇങ്ങനെ ചുറ്റിപ്പിടിച്ചാണ് കയറുന്നത്. അപ്പൊ ഈ ചുറ്റിപ്പിടിക്കാൻ പറ്റണം, അത്ര വണ്ണം വേണം അവർക്ക്. അതേസമയം ചെറിയ മരത്തിലാണ് കയറുന്നതെങ്കിൽ അവർക്ക് അതുപോലെ ചുറ്റിപ്പിടിക്കാൻ പറ്റാത്ത മരത്തില് കയറുവാണെങ്കിൽ അത്ര പ്രശ്നമില്ല. മോളിൽ കയറി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല. പിന്നെ അനങ്ങാതെ നിൽക്കുക എന്ന് പറയും. ഇപ്പൊ ഈ ചത്ത പോലെ കിടക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് അത്. അനങ്ങാതെ നിൽക്കുക, അവരുമായിട്ട് ഐ കോണ്ടാക്ട് ഉണ്ടാക്കാതിരിക്കുക, കണ്ണി നോക്കരുത്. ഇങ്ങനെയൊക്കെ. അല്ല, നമ്മള് പട്ടികൾ ഓടിക്കാൻ വരുമ്പോഴും പട്ടിയുടെ കണ്ണി നോക്കരുതെന്ന് പറയും. അതേപോലെയൊക്കെ തന്നെയുള്ളു മൃഗങ്ങളെ സംബന്ധിച്ച്. അതേപോലെ ഈ വൈൽഡ് ഡോഗ്സ് അല്ലേ, അത് ഇതുപോലെ അപകടം. വൈൽഡ് ഡോഗ്സും ഭയങ്കര അപകടം. എല്ലാ കാട്ടിലും വൈൽഡ് ഡോഗ്സ് ഉണ്ടോ? മിക്കവാറും ഇപ്പൊ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വൈൽഡ് ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്. അവരുടെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റു ജീവികളെ പോലെ കൊന്നിട്ട് ഭക്ഷിക്കണം എന്നൊന്നും ഇല്ല. അവർക്കൊരു ശരീരത്തിന്റെ ഒരു ഭാഗം വേണം നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡുള്ള. വളയും. അവരൊരു ഗ്രൂപ്പായിരിക്കും, 30-40 എണ്ണമൊക്കെ ഉള്ള ഗ്രൂപ്പായിരിക്കും. ഭയങ്കര വയലന്റ് ആയിരിക്കും. അത് ശ്രദ്ധിച്ച ഇതിന്റെ കഥ ഭയങ്കര നമ്മൾ ഈ കാട്ടുപട്ടികളുടെ ഞാൻ അതിന്റെ കഥ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഇപ്പൊ നമ്മളെ അവൻ അറ്റാക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്താൽ ഇതിൽ ഒരാൾ വന്ന് നമ്മളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവൻ നമ്മുടെ ചുറ്റും വന്ന് നിൽക്കും. ചുറ്റും നിന്നിട്ട് ഈ വലിയൊരു റൗണ്ട് ഫോം ചെയ്തിട്ട് റൗണ്ട് ചെറുതാക്കി കൊണ്ടുവരും. അപ്പോൾ നമുക്ക് തിരിച്ച് ഏത് ഭാഗത്തേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ മുതിരുന്നു, ബാക്കിൽ നിന്ന് ഇവൻ അറ്റാക്ക് ചെയ്യും. ഇങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങനെ കാട്ടുപട്ടികളുടെ കൈ കിട്ടിയാൽ തിരിച്ചു കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. കാട്ടുപട്ടികളെ അല്ലേ കൊന്നിട്ടല്ല ഭക്ഷിക്കുന്നത്, ജീവനോടെ. ഇപ്പം മറ്റേ മ്ലാവ് പോലെയുള്ള ജീവികളെ പിടിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ആണല്ലോ കണ്ടിട്ടുണ്ടല്ലോ. ബാക്കി കടുവയൊക്കെ പിടിക്കുന്നത് പോലെ കടുവ കഴുത്തിന്റെ ഒരു ഭാഗത്ത് പിടിച്ച് അതിനെ കൊന്നിട്ടാണ് കഴിക്കുന്നത്, ജീവനോടെ അല്ല കഴിക്കുന്നത്. കാട്ടുപട്ടിക്ക് ഒരു പക്ഷേ അവന് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വെച്ചവൻ ജീവിച്ചോട്ടെ നീക്കുന്നുണ്ടായിരിക്കും. അത് ബാക്കി വെക്കില്ല. അത് ജീവനോടെ കാലിൽ നിന്നൊക്കെ ആ ഫുള്ള് വേദന അനുഭവിച്ച് മരിക്കേണ്ട ഒരു ഇതാണ് കാട്ടുപട്ടിയുടെ. അത് ഭയങ്കര ഡേഞ്ചറസ് ആ കാട്ടുപട്ടി. ഈ കാട്ടിലെ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കാട്ടുപച്ച പോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ഒരാഴ്ചയോളം ജീവിക്കുക, ആരോഗ്യപ്പച്ചാണ് അതിന് പറയുന്നത്. അതുപോലത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ കാട്ടിൽ. അതിനെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ടോ? നമ്മള് കാട്ടിനുള്ളിൽ കയറി ഒരു ചെടികളും ഒന്നും എടുക്കാൻ പാടില്ല, അതാണ് നിയമം. ഔഷധ സസ്യങ്ങൾ പോലും പറിക്കാൻ പാടില്ല. ഇല്ല, പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫോറസ്റ്റിനകത്തൂടെ പോകുമ്പോ ആ റോഡിൽ നിന്ന് കാട്ടിലേക്ക് കയറാൻ പോലും
നമുക്ക് അനുമതി ഇല്ലെന്നുള്ളതാണ് ഞാൻ അങ്ങനെ കയറിയ ആൾക്കാർക്കെതിരെ സൂചിഭക്തം പോലുള്ള ആൾക്കാർക്ക് കേസൊക്കെ വന്നിട്ടുണ്ട്. അതെ പെർമിഷൻ ഇല്ലാതെ അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതൊരു ബൗണ്ടറിക്കകത്തേക്ക് കയറണമെങ്കിൽ പെർമിഷൻ വേണം. ഇനി ആടിന്റെ കാലുള്ള എന്തോ ഒരു ചെടീനെ പറ്റി ഇങ്ങനെ വീഡിയോയിൽ ഞാൻ കണ്ടല്ലോ. ആട്ടിൻകാൽ കിഴങ്ങെന്ന് പറഞ്ഞാൽ അത് കാട്ടിലും ഉള്ളതൊന്നുമല്ല, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ളൊരു ഇതാ. പിന്നെ അതിന്റെ ഒരു രീതിയിലുള്ളൊരു കൗതുകം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ആട്ടിൻകാൽ കിഴങ്ങൽ എന്ന് പറയും. ഒരു ട്രൈനേറിയ കേഴ്സിഫോളിയ എന്ന് പറയുന്ന ഒരു ഡ്രൈനേറിയ കേഴ്സിഫോളിയ. അപ്പൊ ആ ഒരു ചെടിയാണ് ഈ ആട്ടിൻകാൽ കിഴങ്ങ്. ഞാൻ കണ്ടിട്ടില്ല. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ ഈ മതിലിലൊക്കെ ഉണ്ട്, മതിലിലും മരത്തിന്റെ മുകളിലും ഒക്കെ ഇങ്ങനെ പിടിച്ചു വളരുന്ന ഒരു ചെടിയാണത്. അപ്പം അത് ഇതിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആടിന്റെ കാല് പോലെ ചെറിയ രോമങ്ങളുണ്ട് അതിന്റെ കിഴങ്ങിന് ചുറ്റും, ബ്രൗൺ കളറിലുള്ള ചെറിയ രോമങ്ങൾ. അപ്പം നമുക്കൊരു ജീവിയുടെ കാല് പോലെയൊക്കെ നമുക്ക് തോന്നും. ആട്ടിൻകാൽ കിഴങ്ങ്, അത് അങ്ങനെയാണ് പേര് വന്നത്. അപ്പം അതിനൊരു 2 തരം ഇലകളുണ്ട്. കളർ ബ്രൗൺ കളർ. അതിന്റെ കിഴങ്ങാണ്. അത് വിൽക്കാനൊക്കെ പോയി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്, ഈ കൊടൈക്കനാൽ സ്ഥലത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതും സൈഡിൽ, റോഡ് സൈഡിൽ ഇത് മാത്രം വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അവർ പറയുന്ന ആട്ടിൻ സൂപ്പിന്റെ ഫലമാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്നു. അത് ഔഷധ മൂല്യമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. ഔഷധ മൂല്യമുള്ളതാണെന്ന് പറയുന്നത്. പറിക്കാൻ പറ്റില്ല. ഒരു കാട്ടിൽ നിന്ന് ഒരു സാധനവും നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നാട്ടിൻപുറങ്ങളിലുള്ള സാധനമാണ്. കാട്ടിൽ കൂടുതലുണ്ട്. അതിന് 2 തരം ഇലയുണ്ട്. ഒരേ മരത്തിൽ തന്നെ 2 തരം ഇലകളുള്ള ഒരു ചെടിയാണത്. ബ്രാക്കറ്റ് ലീവ്സ് എന്നും പറയും, ഫോളിയേജ് ലീവ്സ് എന്നും പറയും. ബ്രാക്കറ്റ് ലീവ്സ് ആണ് ഒരു കവറ് പോലെ ആ കിഴങ്ങിന് ചുറ്റും ഉണ്ടാവും. അപ്പോൾ കിഴങ്ങിന് വേണ്ട ഈർപ്പവും അതിന് വേണ്ട വളവും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് ലീവ്. എന്നാൽ ഈ ഫോട്ടോസിന്തസിസ് നടത്തി ഇതിന് സർവൈവ് ചെയ്യാനുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഫോളിയേജ് ലീവ്സ്. അങ്ങനത്തെ ഒരു ചെടിയാണത്. ഒരു ചെടിക്ക് തന്നെ 2 തരം ഇലകൾ. 2 തരം ഇലകൾ. അപ്പൊ ഇനി എന്റെ ആരോഗ്യപ്പച്ച ഒത്തിരി ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് ആരോഗ്യപ്പച്ച. അത് ഞാൻ ഈ അരിക്കൊക്കെ വില കൂടിയപ്പോഴേ ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോ ഓർത്തു, ഇതൊരു ആഴ്ചയിൽ ഓരോന്നും വെച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ അത് കഴിക്കണ്ടല്ലോ. അതൊക്കെ എക്സാജറേറ്റഡ് ആയിരിക്കും കേട്ടോ. ഒരാഴ്ചയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്നും സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. പിന്നെ നമുക്കൊരു എനർജി തരും, ഹോൾ ബോഡിക്ക് ഒരു എനർജി തരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ ചെടിക്ക്. ഔഷധ മൂല്യമൊക്കെ ഉണ്ടെന്നാണ് ഉണ്ടാവും. അത് കഴിച്ചാൽ വിശപ്പില്ലാതാവുമെന്നോ? വിശപ്പില്ലാതാവുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ബോഡിക്ക് ഒരു എനർജി കിട്ടും. മൊത്തത്തിൽ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണുള്ളത്. നമുക്കൊരു എനർജി. അത് കാട്ടിലല്ലാണ്ട് നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടോ? കിട്ടാൻ സാധ്യത ഇല്ല. അത് കാട്ടിലൊരു ചില പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ അത് ഉള്ളൂ. സതീശന്റെ ഇപ്പോൾ ഉള്ള എനർജി കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വീണ്ടും ഇത്തരത്തിലുള്ള എനർജി സപ്ലിമെന്റ്സ് കൂടെ കഴിച്ചാലോ? അല്ലെങ്കിൽ കാട്ടിൽ കിട്ടുന്നു എന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ മരുന്നുകളുണ്ട്. അത് നമ്മൾക്ക് പലതും അറിയില്ല. നമ്മൾ കാട്ടിലെ ചെടികൾ മരുന്നാണെന്ന് കരുതി ഉപയോഗിക്കാനേ പാടില്ല. കാരണം വെച്ചാൽ അറിവില്ലായ്മയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വിപരീത ഫലമുള്ള വിഷച്ചെടികളുണ്ടാവും. അപ്പം നമ്മൾ കാട്ടിൽ കാണുന്നത് എല്ലാ ഔഷധമാണെന്നൊന്നും ഇല്ല. അതിൽ തന്നെ അറിവുള്ളവർ, ഇപ്പോൾ കാടുമായിട്ട് യോജിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം വർഷങ്ങളായിട്ടുള്ള പരിചയം കൊണ്ടുള്ള അറിവുകളൊക്കെ, അങ്ങനത്തെ പ്രാദേശികമായിട്ടുള്ള അറിവുകളുള്ളവരുടെ മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ ചെടികളും ഔഷധമല്ല കാട്ടിലുള്ള. വേറെ ദന്തപ്പാല പോലെയൊക്കെയുള്ള ഒരു ചെടിയുണ്ട്. അത് എനിക്ക് നേരിട്ടൊരു അനുഭവമുള്ള ചെടിയാണ് ദന്തപ്പാല എന്ന് പറയും. അത് ഈ മറ്റേ സോറിയാസിന്റെ ബെസ്റ്റ് മെഡിസിൻ ആണ് ദന്തപ്പാല. ഡാൻഡ്രഫ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അത് കാട്ടിൽ കാണുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഇല പച്ച വെളിച്ചെണ്ണയിലിട്ട് ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഒറ്റ യൂസിൽ തന്നെ ഡാൻഡ്രഫ് മാറും, സോറിയാസിസ് മാറും, സ്കിൻ ഡിസീസസ് എല്ലാം മാറും. അപ്പം അങ്ങനത്തെ കുറച്ച് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് കാട്ടിനുള്ളിൽ. ദന്തപ്പാല അല്ലേ? ഇനി നമുക്ക് കാട്ടിൽ നിന്ന് നേരെ നമ്മുടെ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് വരാം. എരുമേലിയാണല്ലോ, അപ്പൊ തൊട്ടടുത്ത് ശബരിമലയുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വൈറലായ ഒരു വീഡിയോയിൽ പമ്പയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വസ്ത്രങ്ങളെ പറ്റി കെട്ടുകണക്കിനുള്ള, എനിക്ക് തോന്നുന്നു ലോഡ് കണക്കിന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ, അത് അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടൊരു അവയർനെസ് പ്രോഗ്രാമും പത്രവാർത്തകളും ഒക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള രീതിയിൽ വാങ്ങി പറയാം? അത് ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പമ്പ റേഞ്ചിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടെ ഈ ശബരിമല സീസണിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജയൻ എന്ന് പറഞ്ഞൊരു BFO സാർ എന്നോട് പറയുകയാണ്, അങ്ങനെ അങ്ങ് നോക്കാം ഈ തുണികൾ കൂടിക്കിടക്കുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പോഴാണ് ശരിയാണല്ലോ, ഇതെന്താണ് സംഭവം, വലിയ വലിയ കെട്ടുകളായിട്ട് തുണികൾ ഇങ്ങനെ കൂടി കിടക്കുകയാണ്. അത് എത്ര ലോഡ് ഉണ്ടായിരുന്നു?
അത് ലോഡെന്നൊന്നും പറയാൻ പറ്റില്ല, അത്രമേലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ആ വീഡിയോസിന്റെ ഒക്കെ ഇമ്പാക്ട് എന്നുള്ളതിൽ നേരെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അല്ല തന്നെയല്ല, അതിപ്പോ ലേലം ചെയ്ത് അത് അവിടെ നിന്ന് മാറ്റി സംസ്കരിക്കാനുള്ള ക്രമീകരണം ആയിട്ടുണ്ട്. അല്ല, ആയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണോ ചെയ്തത്? കഴിഞ്ഞ മുമ്പത്തെ വർഷം ഫസ്റ്റ് ഞാൻ ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു. നമ്മളതൊരു ഐഡന്റിഫൈ ചെയ്തിട്ടില്ലാത്ത, അതൊരു പണ്ടത്തെ ഒരു ആചാരം. പണ്ടത്തെ ഓരോ മുണ്ട് ഉപേക്ഷിക്കണവന് ഇതിന്റെ വലിപ്പം തോന്നൂല. ഇല്ല, അത് പണ്ട് ചെയ്ത ഒരു അബദ്ധമായിരിക്കും. ആ ഒരു അബദ്ധം പിന്നീട് ആചാരമായിട്ട് മാറിയതാണ്. അതായത് ഒരാള് വന്ന് പമ്പയിൽ കുളിച്ച് അവിടെ നിന്ന് ഈ തുണികളെല്ലാം ഉപേക്ഷിച്ച് പുതിയ തുണി ഉടിച്ച് പുതിയൊരു മനുഷ്യനായിട്ട് മല കയറുന്നൊക്കെയാണ് ഉപേക്ഷിക്കുന്ന, പാപങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ് കൺസെപ്റ്റ്. പക്ഷെ അത് ആ ചെയ്യുന്നതാണ് വലിയ പാപം. അത് ചെയ്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. തുണി ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പരിസ്ഥിതിയായിട്ടും ഫോറസ്റ്റുമായിട്ടും ഒക്കെ ലിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു റിവർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആവാസ വ്യവസ്ഥയാണ് ഒരു പുഴ. ആ പുഴയിൽ 100 കണക്കിന് മീനുകളും എല്ലാം ഉണ്ട്. നമ്മളൊരു വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആ വസ്ത്രം അതിൻ്റെ താഴത്തെ ലെയറിൽ ഇങ്ങനെ പോയി കിടക്കുക. ഇപ്പം ഈ പുഴയുടെ താഴത്തെ ലെയറിൽ ഈ മണ്ണിനോട് പറ്റിക്കിടന്ന് ജീവിക്കുന്ന കുറേ മീനുകളുണ്ട്. ഈ കൽനക്കി, കല്ലേക്കാരി, കൊയ്ത, അങ്ങനെയൊക്കെ പെരുന്നാടൻ മീനുകൾ. ഈ മീനുകൾക്കൊന്നും പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ താഴത്തെ ലെയർ ഫുൾ ഇതാണല്ലോ. പിന്നെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉൾപ്പെടുന്ന ഇവരുടെ പൂജാ സാധനങ്ങളുണ്ടല്ലോ, വലിയ വലിയ മാലകൾ വണ്ടിയുടെ മുമ്പിലൊക്കെ ഇട്ട് വരുന്ന കാണാമല്ലോ. അങ്ങനെയുള്ളതെല്ലാം ഈ പുഴയിൽ ഉപേക്ഷിക്കും. അപ്പം ഈ നാച്ചുറലി അവിടെയുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടും. പിന്നെ ഈ ലായക ഓക്സിജൻ ആണല്ലോ ഇവരുടെ സർവൈവലിനുള്ള. ഈ ഓക്സിജൻ്റെ അളവ് വളരെ കുറയും. അപ്പം ഈ ജീവികൾ അവിടെ ഇല്ലാതെ ആവുക ചെയ്യുന്നത്. അപ്പം ഈ ചെയ്യുന്നതാണ് വലിയൊരു പാപം, ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്, തുണി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഉപേക്ഷിക്കുന്ന തുണികൾ അപ്പം തന്നെ കളക്ട് ചെയ്ത് മാറ്റാനുള്ള സംവിധാനമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അതൊരു വലിയൊരു ഒരുപാട് പേർക്ക് അറിയാത്ത, അതിനുശേഷം ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ആൾക്കാർ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു അത്. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വന്യമൃഗങ്ങളെ ഫീഡ് ചെയ്യരുതെന്ന് പറയുന്നത്, അതുങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്താൽ എന്താ കുഴപ്പം? ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള രീതിയിലല്ല അവരുടെ ബോഡി ചെയ്തിട്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായൊരു ഫുഡ് ഹാബിറ്റും എല്ലാം ഉണ്ട്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു വഴിയാണ് അവർക്ക് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ നോർമലി അവർക്ക് നാച്ചുറലായിട്ടുള്ള പഴങ്ങളും അതൊന്നും ശേഖരിക്കേണ്ട ആവശ്യമില്ല. അവർ എന്ത് കിട്ടുന്നു അത് കഴിക്കുക എന്നുള്ള ഒരു രീതിയിൽ അത് അവർക്ക് ഇൻഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അവരുടെ ബോഡി ഇന്ന ഫുഡ് കഴിക്കാനുള്ള രീതിയിലാണ് അവരെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. നമ്മൾ മറ്റൊരു ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഡൈജഷൻ ഉണ്ടാവുക, അത് അവരുടെ ഇതിനെ ബാധിക്കുകയാണ്. അതുമാത്രമല്ല, ആദ്യം നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇവർ ഭയന്ന് ഓടി വന്നൊക്കെ തട്ടിപ്പറിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ അഗ്രസീവ് ആവുന്ന സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും, ആക്രമിച്ച് മേടിക്കും, തട്ടി പിടിച്ചുകൊണ്ട് ഓടും. പിന്നെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി മേടിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ആ ഒരു ജീവിയുടെ നേച്ചറോ അതിൻ്റെ സ്വഭാവങ്ങളോ മാറ്റുന്ന രീതികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരിക്കലും അതൊരു പുണ്യമല്ല. നമ്മൾ ചെയ്യുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെയല്ല ഒരിക്കലും. അത് പാപമാണ്. അവർക്ക് കഴിക്കാനുള്ള ഫുഡ്, നോർമലി കഴിക്കാനുള്ള ഫുഡ് ഇഷ്ടംപോലെ ഉള്ളിലുണ്ട്. മനുഷ്യർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, കുരങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. അതെ, അതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ ഇത് കഴിക്കരുത്, ജങ്ക് ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ അവർ കുറച്ചുകൂടി എളുപ്പം അത് ചിലപ്പോൾ മനസ്സിലാക്കിയത്. ഈ പിന്നെ പുലികളെ പറ്റി, പുലികളുടെ ആക്രമണത്തെ പറ്റി ഇപ്പം നമ്മൾ വളരെ ദയനീയമായി അല്ലെങ്കിൽ വളരെ സങ്കടത്തോടെ കേട്ടിരിക്കുന്ന കാര്യം, ഈ വാൽപ്പാറയിലൊക്കെ ചെറിയ കുട്ടികളെ പുലി പിടിച്ചുകൊണ്ട് പോയി തോട്ടത്തിലൂടെ നടന്നു പോയപ്പോൾ എനിക്കൊന്ന് സൈസ് ചെറിയതിനെ നോക്കി പുലി മനുഷ്യരിലായാലും ഒക്കെ ഇവരെ ആക്രമിക്കുന്നതായിരിക്കും. ഈ പുലിയുടെ ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ചില നാട്ട് അറിവുകളുണ്ട്. ഞാനത് ഈ ബംഗാളിലെ ചില നോവലുകളും കാര്യങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ളത്, ഈ ബംഗാളിലെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഈ വള്ളം തുഴഞ്ഞൊക്കെ പോകുമ്പോൾ മരത്തിൽ നിന്ന് പുലിയുടെ ആക്രമണം ഉണ്ടാവാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ അവർ ചെറുക്കാൻ വേണ്ടി ചെയ്യുന്നത്, പുലി ഒരിക്കലും കടുവയെ പോലെ ബ്രേവ് ആനിമൽ അല്ല, പുലി ബാക്കിലൂടെ ആക്രമിക്കുന്നു. അപ്പം നമ്മുടെ മുഖം നോക്കിയിട്ട്, മുഖത്തിന്റെ ബാക്ക് വശം നോക്കിയിട്ട് ഇത് ചാടി പിടിക്കലാണ് ഇവൻ്റെ ഒരു സ്വഭാവം എന്നൊക്കെ. അപ്പോൾ അതിന് ഈ പുലിയെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖത്തിന്റെ ഒരു മുഖം മൂടി പുറത്തു വയ്ക്കും. പുറത്തു വയ്ക്കുമ്പോൾ പുലി നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മുടെ ബാക്കിലൂടെ ആക്രമിക്കാൻ ബാക്ക് വരുമ്പോൾ ഇവിടെ ഒരു മുഖം, അപ്പോൾ പുലി കൺഫ്യൂസ്ഡ് ആവും, വീണ്ടും ഫ്രണ്ട് വരും. അങ്ങനെ പുലി ആക്രമിക്കാതെ പോകുന്ന കേട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള നാട്ടുകാരുകളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ പുലി പിടിച്ചു എന്നുള്ളത് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്തും ഇപ്പോഴും നമ്മൾ വളരെ, സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയെ പുലി പിടിച്ചു, വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ പുലി പിടിച്ചു കൊന്നു.
ഇതിനൊന്നും ഒരു ഇപ്പം സർക്കാരിന് ചെയ്യാവുന്നതിനൊരു പരിധി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതിനൊക്കെ തന്നെ ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ചില ഈ മാസ്ക് പോലെയുള്ള നാട്ടറിവുകൾ അല്ലെങ്കിൽ ചില യുക്തിയുടെ തലങ്ങളൊക്കെ ഉണ്ടാവാം. അത് നാട്ടുകാർക്ക് അറിയാത്തതാണോ ഈ മരണത്തിൻ്റെ കാരണം, അതോ ഇതൊന്നും വർക്കൗട്ട് ആവാത്തതാണോ? എന്തായിരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം? ഇത് ബേസിക്കലി ഒരു ജീവി, ഇപ്പോൾ കടുവാണേലും പുലിയാണേലും മനുഷ്യനെ ആക്രമിച്ചേക്കാം, ഒരു മനുഷ്യ ജീവിയെ തിന്നേക്കാം, അങ്ങനെ വിചാരിച്ച് വരുന്നതല്ല ഒരിക്കലും. എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഫുഡ് കഴിക്കുക, അത് മാത്രമാണ് അവർക്ക്. വിശപ്പിന് വേണ്ടിയിട്ടുള്ള ആക്രമണം മാത്രമേ അവർ നടത്താറുള്ളൂ. അവർക്ക് നാച്ചുറലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൃഗത്തിന് കാട്ടിൽ തന്നെ അതിനുള്ള എല്ലാ ഫുഡുകളും ഉണ്ട്. ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്തെങ്കിലും ജീവികൾ വരുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഏജ് ആയിട്ട് സ്വന്തമായിട്ട് ഇര തേടാൻ കഴിവില്ലാത്തതായിരിക്കും, പുറത്താക്കിയവരാണെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതാണെങ്കിലും അവർ ഹെൽത്തി ആണെങ്കിൽ അവർ ഫുഡ് കഴിക്കും. ഇത് നോർമലി ഒരു പോത്തിനെയോ മാനിനെയോ ഓടിച്ച് പിടിച്ച്, അങ്ങനെയാണ് ഇവരുടെ നേച്ചർ, ഓടിച്ചിട്ട് പിടിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശേഷി ഇല്ലാത്ത മൃഗങ്ങൾ എളുപ്പത്തിൽ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജനവാസ മേഖലയിലേക്ക് വരുന്നത്. പട്ടികളെയൊക്കെയാണ് പുലികൾ പിടിക്കുന്നത്. അപ്പം അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അവരെ സംബന്ധിച്ച് ഇപ്പം ഒരു 4 കല്ല് നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്ന് എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ എണീറ്റ് നിൽക്കുമ്പോഴാണ് അവർക്കൊരു മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ മറ്റൊരു മൃഗമാണെന്ന് ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ അങ്ങനെയാണ് അവർക്ക് അത്രയും അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അല്ലാതെ അതൊരു മനുഷ്യൻ അവിടെ കുനിഞ്ഞു നിന്നോ ചെയ്യുന്നതാണെന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അവർ നോക്കുമ്പോൾ 4 കാലുള്ള എന്തോ ഒരു ജീവിയാണ് എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതൊക്കെ വളരെ കുറവായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഈ പല ഇൻസിഡന്റുകൾ ഉണ്ടെങ്കിലും അതിനകത്തെല്ലാം ഉൾപ്പെടുന്ന ജീവി ആനിമൽ ഒരാൾ തന്നെ ആയിരിക്കും. പുലി ഒരു പല സംഭവങ്ങൾ ഒരേ പ്രദേശത്ത് നടന്നാലും ഇത് പല പുലികളായിരിക്കില്ല ചെയ്യുന്നത്. ഈ വീക്കായിട്ടുള്ള ഒരു പുലിയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിനെ ആ പ്രദേശത്ത് നിന്ന് മാറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ക്യാപ്ചർ ചെയ്തിട്ട് വേറെ സ്ഥലത്ത് ഉൾക്കാട്ടിക്കൊണ്ട് വിടുന്നതും. ഈ ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ അതിനകത്ത് ഈ നീർന്ന പിന്നെ കഴുതപ്പുലി കുട്ടികളെ ആക്രമിക്കാൻ വരുമ്പോൾ ആ കാട്ടിലെ ആദിവാസിയിൽപ്പെടുന്ന കുട്ടികളാണത്. അവർ ഈ കഴുതപ്പുലി വരുമ്പോൾ ഈ കഴുതപ്പുലിക്ക് ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി കയ്യിലൊരു കമ്പ് വെച്ചിട്ടുണ്ട്. ഇത് തലയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴുതപ്പുലി ആക്രമിക്കാതെ പോകുന്നുണ്ട്. ഇതൊക്കെ ഈ കാടിൻ്റെ ലോകത്തോ അല്ലെ കാടിൻ്റെ നിയമങ്ങളിലോ ഒക്കെ ഇത് ഭയങ്കര പ്രാക്ടിക്കലാണ്. ഞാൻ ചോദിച്ചത് അത്തരത്തിൽ ചില യുക്തിബോധങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് പുലികൾ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് വലിയവരെ പിടിക്കുന്നതും ദുഃഖകരമാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളെയൊക്കെ പുലി പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ വാർത്ത കേൾക്കുന്നതിൻ്റെ തന്നെ ഒരു വിഷമമുണ്ടേ. സ്കൂളിൽ പോയ കുട്ടികൾക്കൊക്കെ അതിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളും വീണ്ടും റീകളക്ട് ചെയ്യുന്ന ഒരു പരിപാടികൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഗോത്രഭേരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തിയായിരുന്നു. അതായത് പ്രാദേശികമായിട്ട് അത് ഗോത്ര വിഭാഗത്തിനൊക്കെ അവർക്ക് കുറച്ച് കാട്ടിൽ ജീവിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സർവൈവലിനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. അവരെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, കാട്ടിൽ അവർ പ്രശ്നങ്ങളില്ലാതെ വർഷങ്ങളോളം ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പം നമ്മൾക്കത് നാട്ടിൽ പോലും അത് പറ്റുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ്, ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ ഗോത്രഭേരി എന്നും പറഞ്ഞ് ഓരോ ഉന്നതികളിൽ നിന്നും പ്രതിനിധികളെ വരുത്തി അവരുടെ സജഷൻസ് പറയാനൊക്കെ ഉള്ളൊരു നമ്മൾ നടത്തിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. പല പല പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. ഓരോ ഉന്നതിയിൽപ്പെട്ട 1, 2, 3 സംസാരിക്കാനും ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാനും അറിവുകളുള്ള ആൾക്കാർ വന്ന് അവർക്ക് വലിയ നമ്മളൊരു സെമിനാർ പോലെയൊക്കെ നടത്തി വർക്ക്ഷോപ്പുകൾ നടത്തി അതിൻ്റെ അറിവുകളൊക്കെ ശേഖരിച്ച് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മീഡിയ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. കാരണം കുറേ വീഡിയോസ് ആയാലും കുറേ ഇൻഫർമേഷൻസ് ആയാലും കൃത്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെടുന്ന കുറേ വീഡിയോസാണ് ഈ തവണ ഇല്ലെങ്കിൽ ഈ ഒരു വേനൽക്കാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പാമ്പുകൾ നാട്ടിലേക്ക് ഇറങ്ങിയതും പാമ്പിന്റെ പ്രശ്നങ്ങളും. എന്താണ് അതിന് കാരണമായിട്ട് തോന്നുന്നത്? ഈ പാമ്പുകൾ എന്താണ് എണ്ണം ഭയങ്കര കൂടിയത് കൊണ്ടാണോ അതോ കാടില്ലാണ്ടായത് കൊണ്ടാണോ അവർക്ക് ഭക്ഷണം കൃത്യമായി കിട്ടാത്തതുകൊണ്ട്? എന്താണ് ഇപ്രാവശ്യം മാത്രം ഇത്ര അധികം പാമ്പുകൾ? വേനൽ ചൂടിന്റെ ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. ഇതിനു മുമ്പും ഇതിലും വലിയ വേനൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അവർക്ക് ഫുഡ് കിട്ടുന്നത് ഏറ്റവും വലിയ ചൂട് ചൂടിന്റെ തന്നെയാവും. പിന്നെ അന്ന് ഈ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ 2-3 പാമ്പുകളെ കാണുന്ന തന്നെ അതൊക്കെ എല്ലാം കുഞ്ഞുങ്ങളായിരുന്നു. ഒരേ സമയത്ത് ഉണ്ടാകുന്ന
പല എണ്ണം കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ ആ ലൊക്കാലിറ്റി തന്നെ കാണും. അപ്പോൾ ആ ഒരു ആക്രമണം ഉണ്ടായ സ്ഥലത്തുനിന്ന് തന്നെ രണ്ടാമതും മൂന്നാമതും തന്നെ ആ സെയിം തരത്തിലുള്ള പാമ്പിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കും വിഷം എല്ലാം ഒരുപോലെയാണ്. കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ വിഷമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരുടെ മുട്ട വിരിഞ്ഞ ഒരു സംഭവം അവിടെ അടുത്തെവിടെയോ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ അത് മാധ്യമങ്ങളിൽ കൂടെ കുറച്ചുകൂടെ ഒരു പബ്ലിസിറ്റിയിലേക്ക് വന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്ഥലത്ത് നമ്മളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് സഹായമാണ് ചെയ്യുന്നത്? അതിനെ പിടിച്ച് കൂട്ടിലാക്കാനുള്ളതോ രക്ഷിക്കാനുള്ളതോ വീടുകൾ കണ്ടാലൊക്കെ അതിനുള്ള സഹായമൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. നമുക്കൊരു സർപ്പ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാം, സർപ്പ. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഓരോ മേഖലയിലും ഈ പാമ്പ് പിടിക്കാൻ വില്ലിങ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് വരും. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ടൂൾസും നമ്മൾ കൊടുത്ത് സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്ത് അവരെ നമ്മൾ വെൽ എക്വിപ്ഡ് ആയിട്ട് ഒരു ടീം നമുക്കുണ്ട് ഈ സർപ്പയുടെ കീഴിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക പോലും വേണ്ട. ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ നിയറസ്റ്റ് ആരാണോ ഉള്ളത് അയാൾ വരും. വന്ന് അത്ര നല്ല സജ്ജീകരണങ്ങളുണ്ട്. ജനങ്ങൾക്ക് അറിയുന്നില്ല. അത് ഇപ്പൊ ഒരുപാട് അവയർനെസ് ഒക്കെ നമ്മൾ നടത്തി കുറെയൊക്കെ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇതിന്റെ സേവനം ഉണ്ടോ? എല്ലാ ജില്ലകളിലും ഉണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് 3000-ഓളം സ്നേക്ക് ക്യാച്ചേഴ്സ് ഉണ്ട് നമുക്കിവിടെ. കേരളത്തിൽ 3000-ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട്. നമുക്കൊരു വാവ സുരേഷിനെ അറിയത്തുള്ളൂ. കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പാമ്പ് പിടിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് കൊടുത്ത്. ഇപ്പോൾ നമ്മുടെ അൻവർ എന്ന് പറയുന്ന മുഹമ്മദ് അൻവർ യൂനിസ് എന്ന് പറയുന്ന ഒരു സാറാണ് ഇതിൻ്റെ നോഡൽ ഓഫീസർ, ഒരു അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ സാറിൻ്റെ കൺട്രോളിലും കോർഡിനേഷനിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് സർപ്പ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്നേക്കിനെ അതിൻ്റെ ബോഡിയിൽ പോലും ടച്ച് ചെയ്യാതെ വളരെ കുറച്ച് ടച്ച് മാത്രം ഉപയോഗിച്ച് അതിനെ അതുപോലും അറിയാതെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടും. അതുപോലെ ഈ തുറന്നുവിടും ഉൾക്കാടുകളിൽ തുറന്നുവിടും. ഈ 3000 പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പാമ്പുകൾ ഒരുപാട് പാമ്പുകളെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡുകൾ എടുത്ത് നോക്കുന്ന ഒരുപാട് പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അതിലൂടെ നമ്മൾ ഒരുപാട് മരണനിരക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റി. സ്നേക്ക് ബൈറ്റ്സ് കുറയ്ക്കാൻ പറ്റി. ഒരു വലിയ അച്ചീവ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ആപ്പിനകത്ത് തന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ആൻറ്റിവനമുള്ള ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് ഉണ്ട്. പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ള ആ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിന് വീഡിയോസ് ഉണ്ട്. അവർ നല്ലൊരു ആപ്പാണ്. അത് കൊള്ളാം. അപ്പോൾ ഈ പിന്നെ ആൻറ്റിവനത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ പാമ്പ് കടിയേറ്റ, കാരണം എൻ്റെ വീട് കൂത്താട്ടോളത്താണ്. അവിടെ കുറച്ച് പാമ്പുകളുടെ എണ്ണം കൂടുതലുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കുള്ള പാമ്പാണ്. അപ്പം ഇത് ഈ കടിച്ച പാമ്പിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥ ചികിത്സ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് പാമ്പിനെ കാണാൻ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനെ ആശുപത്രി കൊണ്ടുപോകണേ പകരം ആൻറ്റിവനുള്ള ഹോസ്പിറ്റലുകൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്ത് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും അങ്ങനെയല്ല, നമ്മൾ കടിച്ച പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ഏകദേശം അതിന്റെ ചിലരിങ്ങനെ പാമ്പിനെ പാമ്പ് കടിയേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനേക്കാളും മുമ്പ് ആ കടിച്ച പാമ്പിനെ തേടി അതിനെ കൂടെ പിടിക്കാനാണ് ടൈം അങ്ങനെ കളയാറുണ്ട്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു ബിഗ് ഫോർ എന്ന് പറയും, ബിഗ് ഫോർ വെനമസ് സ്നേക്സ് എന്ന് പറഞ്ഞിട്ട് 4 ഇനം പാമ്പുകളിലാണ് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ പാമ്പ് കടി മരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണത് ബിഗ് ഫോർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇവർക്ക് 4 പാമ്പ് കടിച്ചാലും ഒരേ ആന്റിവനം തന്നെയാണുള്ളത്. അപ്പൊ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ വലിയ തെറ്റിദ്ധാരണയാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ടൈം കളയരുത്. പാമ്പിനെ ഐഡന്റിഫൈ പിന്നെ ജസ്റ്റ് നമ്മൾ നോക്കണം. പിന്നെ ഡോക്ടർമാർക്ക് അറിയാം ഈ ഐഡന്റിഫൈ ചെയ്ത രീതികളും കടിച്ച രീതികളും കടിച്ച ടൈമും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡോക്ടർമാർക്ക് അറിയാം ഏകദേശം എന്തൊക്കെയാണെന്നുള്ളത്. ഏതാണെങ്കിലും ഈ ഒരു ഒറ്റ ആന്റിവനമാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് ഈ ആന്റിവനം? നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള താലൂക്ക് ആശുപത്രി, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. മിക്കവാറും സർപ്പ ആപ്പിലുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ സർപ്പ ആപ്പ് ഇതൊരു ലിസ്റ്റ് വാട്സപ്പിലും എല്ലാം പിന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം എപ്പോഴും ഇങ്ങനെ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് ഫോറസ്റ്റ് ഓഫീസിൽ ഇൻഫോം ചെയ്താലും മതി. നമ്മളുടെ കയ്യിൽ ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ട ഏത് നമ്പർ കിട്ടുന്നോ ആ സമയത്ത് അതിൽ വിളിച്ചാൽ മതി, കണക്ട് ചെയ്ത് വന്നോളൂ. അത് ഞാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അങ്ങോട്ട് വിളിച്ചാൽ അവർ എടുക്കുന്ന രീതി വളരെ പ്രശംസനീയമാണ്. കാരണം നമ്മളൊരു കാര്യത്തിന് വിളിച്ചു, അവർ എന്നെ കിട്ടാഞ്ഞിട്ട് 2-3 പ്രാവശ്യം തിരിച്ചു വിളിച്ചു. അപ്പം വിളിച്ചാൽ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ഞാൻ സാക്ഷിയാണ്. കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഒരു സംഭവം ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നോടം വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്.